എന്റെ അമ്മോ, എന്തൊരു ശക്തിയിലാ വന്നിരിച്ചത്. വിജയ്, നീ എന്റെ കൂടെ നിക്ക്. നമുക്ക് എലിയൊരു പാഠം പഠിപ്പിക്കണം. ഇതിനെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടി. ഒരു എലിയെ നിനക്ക് ഇത്ര പേടിയാണോ? നീ എന്റെ കൂട്ടുകാരനാണെങ്കിൽ അവനെ തിരിച്ച് പേടിപ്പിക്ക. തൈ തുടി താളം കൊട്ടി തൈ 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 മേളമിട്ട് തൈ 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 ഹൈ ഹൈ തൈ തൈ മേളമിട്ട് തൈ തൈ ആ തൈ മേളമിട്ട്. നീ പേടിപ്പിക്കുകയാണോ അതോ ഡാൻസ് കളിക്കുകയാണോ? അടിപൊളി, സബാഷ്, തകർത്ത് കളഞ്ഞു, ശരിക്കും കൊള്ളാം. പിടിക്കവനെ, ഇന്ന് അവന്റെ കഥ കഴിക്കണം. എന്നെ നിങ്ങൾക്ക് പിടിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. നിങ്ങൾ വേണമെങ്കിൽ പഠിച്ച പണി 18 നോക്കിക്കോ. പക്ഷെ എന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഈ വീട്ടിൽ നിന്നും എന്നെ തുരത്താൻ പറ്റില്ല. ഒരു എലി കാരണം നമ്മളാകെ പുലിവാലി പിടിച്ചല്ലോ. ഈ വീട് മൊത്തം നാശമാക്കി, നമ്മുടെ ജീവിതം കൊളമാക്കി. അയ്യോ, എന്റെ ദൈവമേ, ഈ എലിയെ ഒരു പാഠം പഠിപ്പിക്കണം. ഇവനെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചേ പറ്റൂ. ഒരു ഐഡിയ ഉണ്ട് ഈ എലിയെ പിടികൂടാനായിട്ട്. ദാ ഇവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും. വരൂ, നമുക്ക് ഇവരെ പോയി കാണാം. ഞങ്ങളെ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. സഹായിക്കൂ, എല്ലാവരെയും സഹായിക്കുന്നതല്ലേ, ഞങ്ങളെ കൂടി ഒന്ന് സഹായിക്കൂ. അയ്യോ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. പക്ഷെ എന്താ പറ്റിയത്? ഞങ്ങളുടെ മുത്തശ്ശൻ ഞങ്ങളുടെ പേരിൽ ഒരു ബംഗ്ലാവ് എഴുതി തന്നിട്ടുണ്ട്. പക്ഷേ ഒരു എലി ഞങ്ങളെ അവൻ സ്ഥിരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് അവിടെ നിൽക്കാനേ പറ്റുന്നില്ല. ദൈവത്തോർത്ത് നിങ്ങൾ ആ എലിയെ പിടിച്ച് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം പ്ലീസ്.
ഞങ്ങൾക്കറിയാം നിങ്ങൾ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ശരി, ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാം. ആ ആ ഹേ 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 ഹാ ലാ 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 താത്തയ്യ താത്തയ്യ ഹോ താത്തയ്യ താത്തയ്യ ഹേ താത്തയ്യ താത്തയ്യ ഹൈ. സാറിന്റെ വായ്ക്കുള്ളിൽ എന്തോ ഇരിപ്പുണ്ടല്ലോ. ഓ അതെന്റെ നാക്കാണ്, ദാ കണ്ട. ഞാൻ ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ അത് സൈഡിലേക്ക് മാറിപ്പോകും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ സഹായിക്കുമല്ലേ? എന്തിനാ രണ്ടുപേര്? ഞങ്ങൾ 4 പേരും വരാം. സംശയമുണ്ടോ? അതേതായാലും വളരെ നന്നായി. നമുക്കിനി ഒന്നും പേടിക്കാനില്ല. എങ്കിലും വരൂ ഞങ്ങളോടൊപ്പം. നോക്ക്, അവിടെയുണ്ട്. ആഹാ, ബംഗ്ലാവിലേക്ക് പുതിയ അതിഥികളൊക്കെ വന്നല്ലോ. എന്നോട് യുദ്ധം ചെയ്യാൻ പുതിയ പട്ടാളത്തിനെ ഇറക്കിയതാണോ? എന്തിനാണ് പട്ടാളം? നിന്നെ തുരത്താൻ ഞാൻ ഒരാൾ തന്നെ ധാരാളം. അനിയാ, നിന്റെ കോൺഫിഡന്റ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഓവർ കോൺഫിഡന്റ് പാടില്ല. കരണക്കുറ്റി നോക്കി ഒന്ന് തന്നാലുണ്ടല്ലോ മുഖം ചപ്പാത്തി പരത്തിയ പോലെ ആവും. കാണണോ നിനക്ക്? ഇവരെ ഇന്ന് ഒരു പീറ എലിയായിട്ട് പൂച്ചയെ വെല്ലുവിളിക്കുന്നു. നിന്റെ തലയ്ക്ക് വട്ടൊന്നും പിടിച്ചില്ലല്ലോ അല്ലേ? എലിയാണെന്ന് കരുതി എന്നെ ഒരു മോശക്കാരനായിട്ട് കാണണ്ട. എനിക്കെങ്ങാനും ദേഷ്യം കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാത്തിനെയും ഇടുക്കി വരെ ഓടിച്ചിട്ട് ഇടിക്കും ഞാൻ. കാണണോ നിനക്കൊക്കെ? നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കും. നിന്റെ അഹങ്കാരം ഇന്നത്തോടെ ഇല്ലാണ്ടാക്കും. സംശയമുണ്ടോ? ബാക്കി യുദ്ധം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടങ്ങുന്നതാണ്. ആ എലിയെ വെറുതെ വിടരുത്. വാ, അവനെ നമ്മുടെ ശക്തി കാണിച്ചു കൊടുക്കണം. കുലിക്ക് തക്കത്താ കുലിക്ക് തക്കത്തി തക്കത്തി തക്കി 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 എന്റെ കൽവിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ. മുത്തമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമുട്ടിലൂറും. അയ്യോ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. അയ്യോ എന്റെ അമ്മു, എന്തായി കാണുന്നത്? അല്ല, ഈ അമ്മു ആരാണ്? അമ്മു എന്നല്ല, എന്റെ അമ്മൂന്നാ. അതെന്താന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എന്റെ അമ്മയെ ഓർക്കാറുണ്ട്. ആ പീറ എലി ഭയങ്കര തന്ത്രശാലിയാണ്. അവനെ പിടിക്കാൻ വേറെ എന്തെങ്കിലും വഴി ആലോചിക്കണം. നിനക്കെന്താ തോന്നുന്നത്? ആ എലി കുടുങ്ങുമോ? അതെ, ഇത്രയും കെണി വെച്ചിട്ടില്ലേ?
ഏതെങ്കിലും ഒന്നില് തീർച്ചയായും കുടുങ്ങും. ഉം. ഏ? ഉം. നിങ്ങൾ എപ്പോഴെങ്കിലും ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ മക്കളെ? ഭയങ്കര രസമുള്ള കളിയാണ്. ഇവൻ എന്തോന്നായി ചെയ്യുന്നേ? അയ്യോ അമ്മേ, തീർന്ന് അയ്യോ ഇന്ന് നിന്റെ കാര്യം പോക്കാടാ. കിട്ടിയാലും പഠിക്കില്ല എന്ന് വെച്ചാ ഞാനിപ്പോ എന്താ ചെയ്യുക? അയ്യോ ഐഡിയ, നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കും. ഈ വശത്ത് കൂടി ആക്രമിക്കേ. ആ എലി ബോധം കെട്ട് കിടക്കുന്ന കണ്ടിട്ട് പോപ്പട്ടിനെ പോലെ ഉണ്ട്. ഇട കഴുതി, അത് പോപ്പട്ട് തന്നെയാണ്. എലി അതാ പോകുന്നു. എന്താണ് കഴുത ചെയ്യുന്നത്? അതെന്തായാലും കലക്കി. നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം നിങ്ങൾ പാഴാക്കി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല.
ഇന്ന് നീ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടി തരണേ. നിനക്കിന്ന് വലിയ ലോട്ടറി അടിച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ കലാപരിപാടി നമുക്ക് ചേഞ്ച് ചെയ്തങ്ങ് മാറ്റിയാലോ? നീ എന്നെ ഇടിക്കല്ലടാ പീറയിലി. ഇനി ഞാൻ നിന്നെ ഇടിച്ചിടിച്ച് ഇഞ്ച പരുവത്തിലാക്കി തരാം. പിന്നെ നിനക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോവും, മരുന്ന് എവിടെ വെച്ച് കെട്ടണമെന്നും എവിടെ തിരുമിക്കണമെന്നും. ഇനി നിനക്ക് രക്ഷയില്ല. വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരെ സ്വാഗതം ചെയ്യില്ലേ? അല്ല, ഇനി നീ ഇങ്ങനെ രക്ഷപ്പെടും? വന്നപ്പോ തുടങ്ങി ഭയങ്കര നാക്കായിരുന്നല്ലോ നിനക്ക്. ഇനി ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. അയ്യോ ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല. ഞാൻ അതിനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. നീ എന്താ ഉദ്ദേശിച്ചേ? അയ്യോ സോറി സോറി, നിങ്ങളെ ഞാൻ ആള് മാറി പിടിച്ചതാ, ക്ഷമിക്കണം. അവനെ വിടല്ലേടാ. അയ്യോ അതിന് ഇവൻ നമ്മൾ ഉദ്ദേശിച്ച എലിയെ അല്ല. അല്ലെങ്കിലും കഴുതുകൾക്ക് ഇത്ര ചെറിയ ചെവി ഉണ്ടാകാറില്ലല്ലോ. ഇപ്പോഴാണ് ആ കാര്യം എനിക്ക് ശരിക്കും വ്യക്തമായത്. ഇനി ക്ഷമിക്കാൻ പറ്റില്ല. ഇവനെ ഇന്ന് പിടിച്ചേ പറ്റൂ. ഇനി നീ എങ്ങോട്ട് ഓടൂടാ? എന്നാലും ഇത്രയും പെട്ടെന്ന് ഞാൻ കൊടുക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചേ ഇല്ല. ഇനി നീ രക്ഷപ്പെടില്ല. ഇനി നിനക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത സ്ഥലത്തായിരിക്കും നിന്നെ ഞങ്ങൾ കൊണ്ടുപോയി കളയാൻ പോകുന്നത്. സംശയമുണ്ടോ? നിങ്ങൾ എന്നെ ഭൂമിയിൽ നിന്നും ശനിഗ്രഹത്തിൽ കൊണ്ടാക്കിയാലും ഞാൻ ഇവിടെ തന്നെ തിരിച്ചു വരും മക്കളെ. എന്ത് വന്നാലും ഈ ബംഗ്ലാവിൽ ലൈബ്രറി അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല മക്കളെ, സത്യം. അല്ല, നീ ലൈബ്രറി കൊണ്ട് എന്ത് ചെയ്യാനാ? ബുക്കൊക്കെ ഇരുന്ന് കരണ്ട് തിന്നാനാ? ഞങ്ങളുടെ മുതലാളിയുടെ സ്വപ്നമായിരുന്നു ഈ ബംഗ്ലാവിൽ ഒരു ലൈബ്രറി ഉണ്ടാക്കണമെന്നത്. ആ ജയിക്കും വിജയിക്കും ഇത് നന്നായിട്ട് അറിയാം. പക്ഷേ കാശിനോടുള്ള ആർത്തി കൊണ്ട് അവന്മാരിത് വിൽക്കാൻ പോവുകയാണ്. പക്ഷെ ഈ വീട് അവരുടേതല്ലേ? ഒരിക്കലുമല്ല. 2 കള്ളന്മാർ കൂടെ ചേർന്ന് മുതലാളിക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു, ഇവിടെ ഒരു ലൈബ്രറി ഉണ്ടാക്കാമെന്ന്. അതിനുള്ള തെളിവ് നിന്റെ കയ്യിലുണ്ടോ? അതിന്റെ ഏക തെളിവ് എന്റെ ഈ നാക്കാണ്. ആ ജയനെയും വിജയനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അവന്മാര് പെരും കള്ളന്മാരാണ്. ഇതൊക്കെ ഇപ്പൊ നീ ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുന്നതാണെങ്കിലോ? സംശയമുണ്ടോ? നിങ്ങൾ ആ ജനലിന്റെ അരികിൽ നിന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അപ്പൊ അറിയാം അവന്മാരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്ന്. എടാ വിജയ്, ഇനി ഏതായാലും ആ എലിയുടെ ശല്യം നമുക്ക് ഒട്ടും ഉണ്ടാവില്ല. അതേടാ ജയ്, ആ തിരുമണ്ടൻ വെല്ലിച്ചന്റെ ആഗ്രഹം പോലെ ഇവിടെ ഒരു ലൈബ്രറി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കോടിക്കണക്കിന് വിലയുള്ള ഈ ബംഗ്ലാവ് ലൈബ്രറി ആക്കാനോ? അത്രയ്ക്കൊന്നും മണ്ടന്മാരല്ല നമ്മൾ. ഈ ബംഗ്ലാവ് നമ്മൾ കോടികൾക്ക് വിൽക്കും. ഇവന്മാരെ ഈ ബംഗ്ലാവ് വിൽക്കാൻ നമ്മൾ സമ്മതിച്ചുകൂടാ. സംശയമുണ്ടോ? അകത്ത് നിന്നുള്ള ഒച്ചയും വിളിയല്ലാതെ നിന്നല്ലോ ആ എലിയെ പിടിച്ചെന്ന് തോന്നുന്നു. കൊള്ളാം. വാ, നമുക്ക് അകത്തേക്ക് പോയി നോക്കാം.
അതെ, ഇനി ഇവിടെ പാവപ്പെട്ട കുട്ടികൾക്കുള്ള ലൈബ്രറി തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഏതായാലും അമ്മമാരുടെ കള്ളക്കളിയൊന്നും ഇവിടെ നടക്കില്ല കൂട്ടുകാരെ, നടക്കില്ല. വിജയ്, ശത്രുക്കളായിരുന്നവർ ഇപ്പതാ ഉറ്റ മിത്രങ്ങളായിരിക്കുന്നു. നിങ്ങളുടെ വലിയച്ഛൻ ഇവിടെ ലൈബ്രറി അല്ലേ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നത്? അപ്പോ ലൈബ്രറി തന്നെ വേണം. അമ്മയാണ് സത്യം. വെറുതെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ച കൈയും കാലം തല്ലിയൊടിക്കും. മാത്രവുമല്ല കത്തിച്ചു കളയും. ഞാനും ചേർന്ന് കത്തിക്കും. മര്യാദയ്ക്ക് എലിയോട് പറഞ്ഞേക്ക് ഞങ്ങളോടൊപ്പം ചേരാൻ. ഇനി ആ ഒരു വഴി മാത്രമേ ഇവന്റെ കയ്യിലുള്ളൂ. ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിനക്കാണ് ഗുണം. നിനക്ക് ജീവിതകാലം മുഴുവൻ കഴിക്കാനുള്ള ഭക്ഷണം ഞങ്ങൾ തരും. ഇപ്പൊ ഇവിടെ നടക്കുന്നതൊക്കെ കണ്ണടച്ച് കണ്ടില്ലെന്നടിച്ചാ മതി. വെറുതെ എന്റെ ഉള്ളിലുള്ള മൃഗത്തെ പുറത്തെടുപ്പിക്കരുത്. എനിക്ക് പറയാനുള്ളത് കൂടി നീ ശ്രദ്ധിച്ചു കേട്ടോ. ഇത് ഞാൻ എടുക്കുന്ന ശക്തമായ പ്രതിജ്ഞയാണ്. ഇനി നടക്കുന്നതെല്ലാം നേർക്ക് നേരെയുള്ള യുദ്ധങ്ങളായിരിക്കും. നിങ്ങൾ പറയുന്നത് കേട്ട് ജീവിക്കാൻ ഇനി ഞങ്ങൾ ഇവനെ വിട്ടുതരില്ല. എന്നാ നമുക്ക് കാണാം. ഇനി ഒരു തരികടയും നടക്കില്ല. ഇവിടെ ലൈബ്രറി തന്നെ ഉണ്ടാക്കും. വേഗം സ്ഥലം വിടാൻ നോക്ക്. പിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ വേറെ കാര്യം. ഏയ്. ഓടിപ്പോക്ക ഇവിടുന്ന്. ഇനി ബംഗ്ലാവിലോട്ട് വന്നിരിക്കരുത്. പിന്നീട് സ്വന്തം വീട്ടിൽ പോലും കേറാൻ പറ്റാത്ത അവസ്ഥയിലാക്കും ഞങ്ങൾ. നിന്നെയൊക്കെ പിന്നെ കണ്ടോളാടാ. നാളെ രാവിലെ എന്താ നടക്കാൻ പോകുന്നത് കാണിച്ചു തരാം. ഈ പീറ എലിയെ നിനക്കൊക്കെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചോ. ഇത് സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ സമയമല്ല. എന്നാ പിന്നെ എഴുന്നേറ്റ് നിന്ന് എറിഞ്ഞു കഴിക്കാലോ. അപ്പൊ പിന്നെ ഒരു നേരം കൂടി ആവുമല്ലോ. ഇത് ചുമ്മാ തമാശ കളിക്കേണ്ട കാര്യമല്ല. അപ്പൊ ഇവൻ ചിരിച്ചത് എന്തിനാ? ചിരിക്കാൻ വേണ്ടിയുള്ള തമാശയൊന്നും അല്ല ബണ്ണി പറഞ്ഞത്. സംശയമുണ്ടോ? ഇതിനും മാത്രം സംശയിക്കാൻ കൂട്ടുകാരന് പോലീസ് സ്റ്റേഷനിലായിരുന്നോ ഇതിനു മുമ്പ് ജോലി? പറയുന്ന കേക്ക്. അവന്മാരങ്ങനെ അടങ്ങിയിരിക്കില്ല. ഭീഷണിപ്പെടുത്തിയിട്ട് അവര് പോയത്. അതാരാ? നിന്റെ വല്യച്ഛനും എന്റെ കൊച്ചച്ഛനും. എടാ പൊട്ട അജയുടെയും വിജയുടെയും കാര്യം ഇവര് പറയുന്നത് നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? നിന്റെ തലയ്ക്കകത്ത് കുമ്പളങ്ങിയാന്നോ? സോറി, ഞാൻ മറന്നുപോയി. നിന്റെ തലയ്ക്കകത്താണെങ്കിൽ അതുപോലും ഇല്ലല്ലോ. സംശയമുണ്ടോ? അവന്മാര് മിക്കവാറും എന്തെങ്കിലും ഉടായിപ്പ് ഒപ്പിക്കും. നമ്മൾ തയ്യാറായിരിക്കണം. അത് ശരിയാ. എന്നാ പിന്നെ ഞാൻ പോയി കുളിച്ച് പൗഡറൊക്കെ ഇട്ട് തയ്യാറായി നിക്കാം. എടാ, അവന്മാരോട് ഏറ്റുമുട്ടാൻ തയ്യാറാകണമെന്നാ പറഞ്ഞത്. എന്റെ കൂട്ടുകാരൻ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അവനെ നമുക്ക് നൈസായിട്ട് കൈകാര്യം ചെയ്യാന്നേ. ഇനി അവന്മാരുടെ നീക്കം എന്താണെന്നാണ് നമ്മൾ അടുത്ത പടി ചിന്തിക്കേണ്ട കാര്യം. ശരാശരി ഒരു മനുഷ്യന് മലേറിയ വരാൻ ഒരു കൊതുക് തന്നെ ധാരാളം. കൊതുകല്ല, ഒരു എലിയാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഒരു കൊതുകിനാകാമെങ്കിൽ എന്തുകൊണ്ട് ഒരു എലിക്ക് ആയിക്കൂടാ? എനിക്കെന്റെ കലി അടക്കാൻ പറ്റുന്നില്ല. തിളയ്ക്കാതെ ഒന്ന് അടങ്ങ. കലി വേണ്ട, ഇത് കലികാലമാണ്. കൺട്രോൾ. ഞാൻ വന്നല്ലോ, ഞാൻ പിടിച്ചോളാം ആ എലിയെ. എവിടാ എലി? എവിടെ? അവൻ അകത്തുണ്ട്. അത് ശരി, അകത്തുണ്ടല്ലോ. അപ്പൊ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റോ? അതാണ് ആ എലി. എന്തായി ചെയ്യുന്നേ? ശബ്ദമുണ്ടാക്കരുത്, അതൊക്കെ പറയാ. ആ എലി വലിയൊരു തന്ത്രശാലിയാണ്. ആരെയും കൂസാത്തൊരു ടൈപ്പ്. അമ്മയാണ് സത്യം. എന്റെ രക്തം തിളച്ചു മറിയുകയാണ്. ഞാൻ അവനെ ജീവിക്കാൻ അനുവദിക്കില്ല. അതെ, എല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാ എന്നെ വിളിച്ചു വരുത്തിയത്? എന്തിനാ? സോറി. ഒരുപാട് എലികളെ ഞാൻ പിടിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ചിന്തിച്ചിരിക്കേണ്ടി വന്നിട്ടില്ല.
എന്നെ പിടിക്കാനുള്ള പുതിയ പ്ലാനുമായി വന്നിരിക്കുകയാണല്ലേ? ഇന്നേതായാലും നേരെ പോവാൻ ഒരു കാരണമായി. അയ്യ 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 കൊള്ളാം, നീയായിട്ട് തുടക്കമിട്ടത് നന്നായി. അയ്യം. താനിവിടെ എലി മാത്രം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഇവിടെ പൂച്ചകളും ഉണ്ടല്ലോ. അതെ, പക്ഷെ പിടിക്കേണ്ടത് ആ എലിയെ മാത്രമാ. തനിക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ എന്നെ പിടിക്കാൻ? ആദ്യം ആ കാനയിൽ പോയി മുഖം ഒന്ന് വൃത്തിയായി കഴുകിയിട്ട് വാ. മുഖം ഒന്ന് വൃത്തിയാക്കട്ടെ. ഈ കളി വളരെ രസകരമായി മാറിയിരിക്കുകയാണ്. ഈ കളി വളരെ രസകരമായി മാറിയിരിക്കുകയാണ്. ഇനി തന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. കുടുങ്ങി കുടുങ്ങി. അടിപൊളി. ഇനി അവനെ തുരത്തി ഓടിക്കണം. തനിക്ക് ഇതിന്റെ ഫീസിനോടൊപ്പം തന്നെ വേറെ സമ്മാനങ്ങൾ തരാം. സമ്മാനമഴ, സമ്മാനമഴ, സമ്മാനമഴ. എല്ലാം നശിച്ചല്ലോ. ഒരു കൊതുകിന് മാത്രമല്ല ഒരു എലിക്കും മലേറിയ പരത്തുവാനാകും. ഞാൻ ഈ പണി ഇന്നത്തോടെ നിർത്തി. നാട്ടിൽ പോയി വല്ല കൃഷിയും ചെയ്ത് ജീവിക്കാം. എന്റെ അമ്മ അന്നേ പറഞ്ഞതാ, കൃഷി ചെയ്ത് ജീവിക്കടാ, കൃഷി ചെയ്ത് ജീവിക്കടാ. ഇത് നിന്റെ ഐഡിയ ആയിരുന്നില്ലേ?
എന്നെ തല്ലിയല്ലേ, ഇനി ഞാൻ സഹിക്കില്ല. എന്നെ നീ തല്ലിയല്ലേ. എടാ വിജയ്, അവൻ ബോധം കണ്ടു വീണല്ലോ. നിങ്ങൾ ഇവനെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ഞങ്ങൾ ഇവനെ കാട്ടിൽ വലിച്ചെറിയാൻ പോവാണ്. അബദ്ധം എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അമ്മയാണ് സത്യം, ഞാൻ ഈ ബോക്സ് ചളക്കി കളയും. അയ്യോ വേണ്ട, ആരും ഇവരെ ഒന്നും ചെയ്യരുത്. ആ എലിയെ നമുക്ക് രക്ഷിക്കണം. വേഗം വാ. ഇനിയുള്ള കാലം നിന്റെ ജീവിതം ഇവിടെയായിരിക്കും. ഇന്ന് വൈകിട്ട് ഞങ്ങൾ ആ ബംഗ്ലാവ് വിൽക്കും. നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ മേടെ ജിമിക്ക് കമ്മൽ എന്റെ ചെയിൻ കാട്ടോട്ട് പോയി. എന്റെ മേടെ ജിമിക്ക് കമ്മൽ. നീ പേടിക്കണ്ട, ഞങ്ങളിതാ എത്തി. ആ മരക്കൊമ്പിൽ ഇരിക്കുകയാണ്. താഴെ പുഴയുമാണ്. അപ്പൊ പിന്നെ അവന് പേടിയാവില്ലേ? എനിക്ക് സത്യം പറഞ്ഞ പേടിയൊന്നും ഇല്ല കൂട്ടുകാരെ. പക്ഷെ ഇപ്പൊ എന്റെ ഉള്ളിലുള്ള സങ്കടം കൂടി വരികയാണ്. എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എനിക്ക്. നിക്ക്, നിന്നെ ഞാൻ ഇപ്പൊ പുറത്തെടുക്കാം. ദാ വരുന്നു. പതുക്കെ 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 സൂക്ഷിച്ചു വാ, അല്ലെങ്കിൽ നീ ഞാനും ചേർന്നായിരിക്കും താഴെ വീഴുന്നത്. എന്റെ അമ്മോ, ഇപ്പൊ ഈ കൂട് വലിയൊരു റോക്കറ്റ് പോലെ ആയി മാറിയല്ലോ. നീന്തിക്കൊണ്ടിരിക്കേ, നീന്തിക്കൊണ്ടിരിക്കേ. കൂട്ടുകാരാ, നിന്റെ തലയിൽ ഇതുവരെ ആള് താമസമൊന്നും ആയില്ലേ? ഈ കൂട്ടി കിടന്നുകൊണ്ട് ഞാൻ ഇനി എങ്ങനെ നീന്താനാ? രക്ഷപ്പെട്ടു. എന്തായാലും നന്നായി പണി. അയ്യോ, എന്നെ പുറത്തോട്ടൊന്ന് ഇറക്ക് കൂട്ടുകാരെ, ഇറക്ക്. ഒരുപാട് നന്ദി വിട്ടു കൂട്ടുകാരെ. ഒരു ദിവസം നിങ്ങൾ ഈ ചെയ്ത സഹായങ്ങൾക്കൊക്കെ ഞാനൊരു പ്രത്യുപകാരം ചെയ്തിരിക്കും. പിന്നെ ആവട്ടെ, ഇപ്പൊ വേഗം വരാൻ നോക്കൂ. നമുക്ക് ആ പെരുങ്കള്ളന്മാരെ വേഗം തടയണം. സംശയമുണ്ടോ? പക്ഷേ കൂട്ടുകാരെ, നമ്മൾ അവരെ എങ്ങനെ തടയും? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് കൂട്ടുകാരെ. പക്ഷേ അതിന് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കേണ്ടി വരും. റെഡിയാണോ? ഞങ്ങൾ നിന്റെ കൂടെ തന്നെയുണ്ട്. അപ്പൊ നമ്മൾ ആ കാട്ടുകള്ളന്മാരെ ഒരു പാഠം പഠിപ്പിക്കും. 8ന്റെ ഒരു പണിയും കൊടുക്കും. ആ വരൂ. ആ ഇങ്ങോട്ടിരുന്നാലും. ആ കാശുണ്ടെങ്കിൽ ആർക്കും നല്ല വീട് വാങ്ങാം. വരൂ, നമുക്ക് ഈ ലേലം തുടങ്ങാം. അടികൈ.
ഇത് വീടല്ലായിരുന്നു, വലിയ ചിദംബരമായിരുന്നു. സത്യത്തിൽ ഈ വീടൊരു സ്വർഗം തന്നെയായിരുന്നു. ഞങ്ങൾ ഈ സ്വർഗം കൊടുക്കുകയാണ്. താങ്ക് യു. ലോക്ക്ഡൌണിൽ പോലീസിന്റെ അടികൊണ്ട് നാട്ടുകാരോടി. ലേലത്തിൽ വിൽക്കുന്ന ഈ വീടിന്റെ വിലയാണ് 5 കോടി. അടികൈ 5 കോടി 10 ലക്ഷം. 5 കോടി 50 ലക്ഷം രൂപ. എന്തോ നാടാ? ആ എലി തിരിച്ചു വന്നിട്ടുണ്ട്. എടാ, അത് വേറെ എലിയായിരിക്കും. നമ്മളതിനെ കൂട്ടിലാക്കി ലോക്ക് ചെയ്തിട്ടില്ലേ വന്നേ? ലോക്ക് ചെയ്താലും പുഴയിൽ എറിഞ്ഞാലും ചന്ദ്രയിൽ കൊണ്ടുവിട്ടാലും ഞാൻ തിരിച്ചു വന്നിരിക്കും. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? എന്റെ പേൻ ഇവിടെ വീണ് പോയി. ഞാൻ അത് നോക്കുകയായിരുന്നു. പിടികിട്ടി. ചാങ്കടക്ക ചക്ക ചക്ക ചാങ്കടക്ക ചക്ക ചക്ക ചാങ്കടക്ക ചക്ക ചക്ക ചാ. എന്താ, എന്തു പറ്റി? അവൻ ഉടുപ്പിനുള്ളിലുണ്ട്. അവൻ അകത്ത് കിടന്ന് ഓടി കളിക്കുകയാണ്. അയ്യോ, കടിക്കുന്നുണ്ട്. അയ്യോ, കടിക്കുന്നുണ്ട്. കടിക്കുന്നുണ്ട് അവൻ. അയ്യോ. ഇനി കുഴപ്പമില്ല. അവൻ ഏതായാലും ഇനി പുറത്തു വരില്ല. ഇതിനകത്ത് തന്നെ പെട്ടുകിടക്കുക. അയ്യോ, ഇനി ഞാൻ അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ കടിയിൽ വീടില്ല. ഈ വീട് വിൽക്കാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കുകയുമില്ല. വിജയ്, ഇതിന്റെ വില 10 കോടി വരെ എത്തി. 10 കോടി ഒരു തരം. ഒന്ന് നിർത്തോ. ഈ ലേലം ഒരിക്കലും ഇവിടെ നടത്താൻ പറ്റില്ല. എന്തുകൊണ്ട് നടത്താൻ പറ്റില്ല? കാരണം ഈ ബംഗ്ലാവ് നിങ്ങളുടെ വല്യച്ഛൻ അദ്ദേഹം വളർത്തുന്ന എലിയുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ ദൈവമേ, കോടികളുടെ ബംഗ്ലാവ് എലിയുടെ പേരിലോ? അതെ, അദ്ദേഹം ഈ പ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട് ഈ ബംഗ്ലാവ് ഒരിക്കലും വിൽക്കാൻ പാടില്ലെന്ന്. ഇവിടെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരു ലൈബ്രറി ഉണ്ടാക്കണമെന്ന്. ഞങ്ങൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കില്ല. വേഗം മിണ്ടാ, സ്ഥലം വിടാൻ നോക്ക് ഇവിടെന്ന്. ഞങ്ങളല്ല, നിങ്ങളായിരിക്കും ഇവിടുത്തെ പോകുന്നത്. മര്യാദയ്ക്ക് വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ എല്ലാത്തിനെയും ശരിയാക്കും ഞാൻ. വേണ്ട, വിട്ടേക്ക്. എന്തായാലും നമുക്ക് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുത്തേക്കാം കൂട്ടുകാരെ. ഇത് കോടതിയുടെ ഉത്തരവാണ്.
ഞങ്ങളുടെ ബാങ്ക് എന്തായാലും ഇതിൽ ഇൻവോൾവ് ആവില്ല. പക്ഷെ ഈ ബംഗ്ലാവ് എലിയുടെ പേരിലാണ്. സംശയം എന്റെ കൂട്ടുകാരെ വാ നമുക്ക് പുറത്തേക്ക് പോകാം. നമ്മൾ പുറത്തേക്ക് പോകുമ്പോ ഇവന്മാര് താനെ വന്നോളും. ഞങ്ങൾ പുറത്തേക്ക് ഒരിക്കലും വരില്ല. അല്ലേ ഈ സമയത്ത് ഈ സുനാമി ഇത് എവിടുന്നാ വന്നത്? ഞാൻ പോയി ആ വെള്ളത്തിന്റെ പൈപ്പ് ലൈനും കട്ട് ചെയ്തായിരുന്നു. വെള്ളം വരുന്ന ശക്തി കൊണ്ട് ആ വാതിലും പൊളിഞ്ഞു പോയി. ഞാൻ കണ്ടില്ല എല്ലാ വേസ്റ്റുകളും ഒഴുകി പോകുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും നാളെ ഓഫീസിലേക്ക് വരൂ. ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തിയാക്കിട്ട് ഈ ബംഗ്ലാവ് നിങ്ങളുടെ പേരിലേക്ക് ഇനി ഇവിടെ ലൈബ്രറി ഉണ്ടാക്കുന്നതിന് ആർക്കും തടസ്സം നിൽക്കാൻ പറ്റില്ല. ഇത് ഇവിടെ വരെ എത്തിയത് നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ് കൂട്ടുകാരെ. താങ്ക് യു. ഇനി എപ്പോഴെങ്കിലും എന്റെ എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. നമുക്ക് തകർത്ത് വാരാന്നേ. എന്താ അങ്ങനെയല്ലേ? അടിപൊളി സിനിമയായിരുന്നു. സംശയമുണ്ടോ? അതെ ഭായ്, ആക്ഷൻ മൂവി എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അല്ല കാർ എങ്ങോട്ടേ പോകുന്നത്? ഞങ്ങൾക്ക് തോത്താറാമിന്റെ കാർ വേണം. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ വിട്ട് വന്നേക്കാം. എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. ശരിയെന്നാൽ ആദ്യം തന്നെ വീട്ടിലിറക്കി വിട്ടേക്കാം. ഏയ് വേണ്ട, വീട് അടുത്താണല്ലോ. ഞാൻ നടന്നു തന്നെ പോയിക്കോളാം. ആർ യു ഷുവർ? സമയം ഒരുപാടായി. ആ എനിക്കൊരു കുഴപ്പമില്ല. ബൈ ബൈ. ബൈ ബൈ. ആരാ നിങ്ങൾ? കിഡ്നാപ്പേഴ്സാ. നിന്നെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. അതെയോ? എങ്കിൽ ചെയ്തു കാണിക്കേ. വന്ന് പിടിക്കണേ. എടാ വേഗം വലയിട്. എന്നെ വിട്. എന്നെ നിങ്ങൾ എന്തിനാ കിഡ്നാപ്പ് ചെയ്യുന്നത്? സുന്ദരികളായ പൂച്ചകളെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിരിക്കുകയാണ്. ആരാ ഓർഡർ തന്നത്? എന്റെ ഹെയർ സ്റ്റൈൽ എന്തായാലും അടിപൊളി തന്നെയാ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ മുടിയുള്ളവനായിട്ട് ഞാൻ മാറും.
ബോസിന്റെ മുടി തലകുത്തനെ ഇരിക്കുകയാണ്. തലകുത്തനെയല്ല, താഴേക്ക് വീണു പോയതാ. എങ്ങനെയുണ്ട്? കൊള്ളാം ബോസ്. 6 പൂച്ചകളെ പിടിച്ചിട്ടുണ്ട്. എല്ലാം ഡിഫറെന്റ് കളേഴ്സ് ആണ്. സബാഷ്, എന്റെ മുടിക്ക് ഇനിയും നിറങ്ങൾ കിട്ടും. നിങ്ങളുടെ ബോസ്, അതായത് യോയോ ഹാരി സിംഗ്, ഒരുപാട് ഹാൻസമായി മാറും. ബോസ്, ഇത്രയധികം പൂച്ചകളെ എന്താ ചെയ്യുക? വിഗ് ഉണ്ടാക്കാം. എന്റെ കൂട്ടുകാരൻ എനിക്ക് മുടി ചെയ്യാനായിട്ട് സ്വർണ്ണ ചീപ്പ് തന്നിരിക്കുകയാണ്. വൈഡൂര്യം കൊണ്ടുള്ള കണ്ണാടിയും തന്നിട്ടുണ്ട്. എന്റെ വിഗ് കാണാൻ അതിമനോഹരമായിരിക്കും. എന്റെ മുടി കണ്ട് ജനങ്ങൾ കൊതിക്കും. എന്നാൽ ബോസ്, എന്തിനാ പൂച്ചകൾ? ഡോഗികൾ പോരെ? പൂച്ചയുടെ മുടികൾ വളരെ സോഫ്റ്റ് ആണ്, നല്ല നിറങ്ങളുമുണ്ട്. അങ്ങനെ പല വർണ്ണങ്ങളിൽ വിഗുകൾ ഉണ്ടാക്കി ഞാൻ എന്റെ എല്ലാ ഡ്രസ്സുകൾക്കും മാച്ച് ചെയ്യും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? ഇത് കണ്ട് ജനങ്ങൾ കൊതിക്കും. നിറയെ പൂച്ചകളെ പിടിക്കൂ. എന്നാൽ ഈ കാര്യം നമ്മളല്ലാതെ ആരും തന്നെ അറിയാൻ പാടില്ല. നിങ്ങൾ എന്താ ചെയ്യുകയാണ്? ഉത്സവം കഴിയുന്നത് വെടിക്കെട്ടോടെയാണ്. നമ്മൾ കാണാൻ വന്നത് ഡിറ്റക്റ്റീവിനെയാണ്. അടികൈ. ബോർഡിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നോക്ക്. സിൻസ് 1928. നിങ്ങൾ പറ്റിക്കാൻ നോക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് 90 വർഷമായി ഡിറ്റക്റ്റീവ് ആവാൻ കഴിയുക? സംശയമുണ്ടോ? ഞാൻ പറഞ്ഞത് സത്യമാണ്, സത്യം മാത്രമേ പറയൂ. ഞാൻ ഗുലുലേശ്വർ 3 വർഷമായിട്ട് ഡിറ്റക്റ്റീവ് ആണ്. അതിനു മുമ്പ് എന്റെ അച്ഛനായ ഇദ്ദേഹമാണ് കമ്പനി നടത്തിക്കൊണ്ടിരുന്നത്. അതിനു മുമ്പ് എന്റെ ഈ മുത്തശ്ശൻ, ഇദ്ദേഹമാണ് കമ്പനി നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞത് സത്യമാണ്, സത്യം മാത്രമേ പറയൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഈ കൊരങ്ങന്മാരെ പോലെ ചൊറിയുന്നത്? ഡിറ്റക്റ്റീവ് ആണ് ഞാൻ. മൃഗങ്ങളുമായി ഇടപഴകിയത് കൊണ്ട് അവറ്റകളുടെ സ്വഭാവം എനിക്കും വന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഇത് മാറ്റാൻ കഴിയുന്നില്ല. കിട്ടിയെ കിഡ്നാപ്പ് ചെയ്തതിന് വേണ്ടിയിട്ട് അങ്ങ് ഞങ്ങളെ സംശയിക്കുകയാണോ? ഞാൻ സംശയിക്കും. കാരണം നിങ്ങളോടൊപ്പമാണ് അവൾ സിനിമ കാണാൻ വന്നത്. എന്നാൽ തിരിച്ചു വന്നില്ല. ഞങ്ങൾ പറഞ്ഞതല്ലേ ഇടയ്ക്ക് വെച്ച് അവൾ വീട്ടിലേക്ക് നടന്നു പോയെന്ന്. കള്ളം, പച്ചക്കള്ളം. ഇനിയും സമയമുണ്ട്. മര്യാദയ്ക്ക് സത്യം പറ. എന്തിനാണ് കിറ്റിയെ കിഡ്നാപ്പ് ചെയ്തത്? പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറയിപ്പിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് സത്യമാണ്, സത്യം മാത്രമേ പറയൂ. വെറുതെ എന്റെ കൈക്ക് നിങ്ങൾ പണിയുണ്ടാക്കാൻ നോക്കരുത്. എത്ര അതിവിദഗ്ധനായ കള്ളനാണെങ്കിലും ചെറിയ ഒരു തെറ്റെങ്കിലും ചെയ്യാതിരിക്കില്ല. അതുപോലെ നിങ്ങളും ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നോക്കട്ടെ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങ് എന്നെക്കാളും വലിയ കഴുതയാണ്. ഇപ്പൊ ചിരിച്ചോ? പക്ഷേ നിങ്ങൾ പിന്നെ ഒരുപാട് കരയേണ്ടി വരും. നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്ക് തെളിവുണ്ടാക്കി നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കും. അപ്പൊ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും. സർ, ആവശ്യമില്ലാതെ ഡിറ്റക്ടീവ്സിനെ ഒന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. പോലീസിൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യൂ. അങ്ങോട്ട് ഞാൻ പോയതാടാ. സിറ്റിയിലെ വലിയ വലിയ ആൾക്കാരുടെ 6 പൂച്ചകൾ മോഷണം പോയിരിക്കാണ്. ആ പാണ്ഡ ഇപ്പോൾ അതിന്റെ പുറകെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ കാണാമെന്ന് കരുതിയത്. കൂട്ടുകാരെ, ഈ ഡിറ്റക്റ്റീവിനെ കൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് കിറ്റിയെ എങ്ങനെയെങ്കിലും അന്വേഷിക്കാം. എന്റെ അമ്മോ, അങ്ങനെയൊന്നും കണ്ടെത്താൻ കഴിയുകയില്ല. അങ്ങൊന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങയുടെ പ്രിയപ്പെട്ട പൂച്ചയെ എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന ഐഡിയ വെച്ച് തീർച്ചയായും കണ്ടുപിടിച്ച് അങ്ങയെ ഏൽപ്പിച്ചിരിക്കും. അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റും. കിണർ കുഴിക്കാൻ ആദ്യം അടിക്കണം കുറ്റി. എനിക്ക് വേണം എന്റെ പ്രിയപ്പെട്ട കിറ്റി. എടേ, ആരും കൈയടിക്കല്ലേ, കേട്ടല്ലോ? ഇന്ന് നമുക്ക് നല്ല രസമായിരിക്കും. ഇതെന്താ ഇത്? ഞാൻ ചോദിച്ചത് ചോക്ലേറ്റ്
സിംഹമല്ലേ? വേഗം കൊണ്ടുപോടാ, അല്ലെങ്കിൽ ഇവള് വീണ്ടും ഇടിക്കും. ഞാൻ സിംഹത്തിനെ പേടിക്കില്ല, പിന്നെയാണോ ഈ പൂച്ച? എന്റെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിക്കാതെ വേഗം പോയി കോഫി കൊണ്ടുവാ. പോടാ അവിടുന്ന്. ഞാനിതാ എത്തിപ്പോയി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നീ ആരാ? ഇദ്ദേഹം ബോസാ. ബോസോ? കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ബംഗാളിൽ നിന്ന് വന്നതാണോ? ഞാൻ ബംഗാളി അല്ല. ഇവനല്ലേ പറഞ്ഞത് താൻ ബോസ് ആണെന്ന്? ബോസ് അല്ല, ഞാൻ ബോസ് ആണ്, നേതാവ്. എന്റെ മുടി കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞങ്ങൾ എന്തിനാ കിഡ്നാപ്പ് ചെയ്തത്? അതെ, എന്തിനാ വേണ്ടി കിഡ്നാപ്പ് ചെയ്തത്? വിഗ് ഉണ്ടാക്കാൻ വേണ്ടിയാ. എന്റെ മുടികൾ പളപളക്കണം. ഞങ്ങൾക്ക് വിഗ് ഉണ്ടാക്കാൻ അറിയില്ല. അതെ, ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ശരീരത്തിലുള്ള മുടികൾ ഞാൻ മുറിച്ചെടുത്ത് സ്റ്റൈലായിട്ടുള്ള വിഗുകൾ ഞാൻ ഉണ്ടാക്കും. അത് വെച്ച് എന്റെ മുടി പളപളക്കും. ജീവിതകാലം മുഴുവനോ? ആ, മുഴുവൻ ജീവിതവും. ഇനി നിങ്ങളുടെ ജീവിതം ഇവിടെ ആയിരിക്കും എന്നോടൊപ്പം. നമ്മൾ 4 പേരും പല വഴികളിലൂടെ കിറ്റിയെ അന്വേഷിക്കണം. അവസാനം ഇവിടെ വന്നെത്താം. എന്താ, മനസ്സിലായല്ലോ? കിറ്റി, നീ എവിടെയാ? കിറ്റി, 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 നീ എവിടെയാ? എവിടെ പോയിട്ടുണ്ടാവും? സണ്ണി, കിറ്റിയെ കണ്ടായിരുന്നോ? കണ്ടില്ല. കണ്ടാലും അഥവാ നിന്റെ അടുത്ത് പറയാനും പോകുന്നില്ല. പോയി പണി നോക്ക് പോ. അവൾ എവിടെ പോയിട്ടുണ്ടാവും? ഒരു പിടിയും കിട്ടുന്നില്ല. എന്റെ കെട്ടി, നീ എങ്ങോട്ടാ പോയതാ? ഓ, ഇവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണോ? കണ്ടുപിടിച്ചു. സോറി. ഇത്രയും അധികം പൂച്ചകളോ? അപ്പോൾ കിറ്റി ഇവിടെ തന്നെ ഉണ്ടാകും. ചേട്ടായി, ചേട്ടായി, കിറ്റിയെ കണ്ടായിരുന്നോ ചേട്ടായി? അങ്ങോട്ട് നോക്കൂ, ഇവിടെ എന്തുമാത്രം പൂച്ചകളാ ഉള്ളതാ? ഇതല്ല, ജീവനുള്ള കിറ്റി. എടാ വേണ്ട, അവിടെ ഒന്നും എടുക്കരുതാ. ഇതുപോലത്തെ കിറ്റിയാ. എല്ലാം നശിപ്പിച്ചു അല്ലേ? നിന്നെ ഞാനിന്ന്. ഞാനൊന്നും ചെയ്തില്ല. എടാ നിൽക്കാൻ. എടാ നിൽക്കാനാ പറഞ്ഞത്. എന്റെ പൂച്ചയെ പേടിപ്പെടുത്താൻ നോക്കുന്നോ? നിക്കടാ. സോറി സാർ, ഞാൻ കരുതിയത് ഞങ്ങളുടെ കൂട്ടുകാരി കിറ്റി എന്നാണ്. കിറ്റി എവിടെയും കാണാനില്ല. ഞാനും ഈ സിറ്റി മുഴുവൻ അന്വേഷിച്ചു നോക്കി, എവിടെയില്ല. മേഡം, പൂച്ച എന്താ കഴിക്കുക? എനിക്ക് ഉടൻ തന്നെ അറിയണം. പൂച്ചകൾക്ക് ഇഷ്ടമുള്ള ആഹാരം എന്താണ്? പിടിക്ക്, അത് കമ്മീഷണർ സാറിന്റെ പൂച്ചയാണ്. അത് ഓടിപ്പോകാൻ പാടില്ല. എടാ ഹണി, എന്റെ പണി തീർന്നടാ. വേണ്ട, നിൽക്ക്. എന്റെ വാസ് സൂക്ഷിച്ച്. എന്റെ അമ്മേ, എന്റെ പണി തീർന്നടാ. ഞാൻ പിടിക്കാം. ഞാൻ പിടിക്കും. അനങ്ങരുത്. എന്റെ ഞാനിപ്പ പിടിക്കാം. പിടിച്ചു. താങ്ക് യു ബണ്ണി. അങ്ങ് എപ്പോഴാ പൂച്ച വളർത്താൻ തുടങ്ങിയത് പാണ്ഡ സർ? അല്ല, ഇത് കമ്മീഷണർ സാറിന്റെ പൂച്ചയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പൂച്ചയെ നോക്കേണ്ട പണി എനിക്കാണ്. കാരണം ഇവിടെ നിന്നും ഒരുപാട് പൂച്ചകളെ കാണാതാകുന്നുണ്ട്. പൂച്ചകളോ? അതെ, 8 പൂച്ചകൾ മോഷണം പോയി. പൂച്ചകൾക്ക് പ്രശ്നമാണ്. ഏതോ ഒരു വട്ടൻ പൂച്ചകളെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവനെ പിടിക്കാൻ തീർച്ചയായും ഒരു പൂച്ചയുടെ ആവശ്യമുണ്ട്. നിന്റെ ഐഡിയ കൊള്ളാം, പക്ഷെ കമ്മീഷണർ സാറിന്റെ ഈ പൂച്ചയെ ഞാൻ തരികയില്ല.
പേടിക്കണ്ട, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് നല്ല ക്യൂട്ടായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂച്ചയുണ്ട്. ബൈ ബൈ. ഹായ്, എന്നോടൊപ്പം കൂട്ടുകൂടാമോ? ഒരുപാട് ലൈൻ അടിക്കാൻ നോക്കല്ലേ, ഞാൻ ഹണിയാണ്. ഹലോ ബ്യൂട്ടിഫുൾ. കണ്ടോ, ആ പൂച്ചയുടെ മുടി കാണാൻ നല്ല രസമുണ്ട്. എനിക്കുടൻ തന്നെ സ്വർണ്ണ മുടി വേണം, കാരണം അതെന്റെ പക്കലില്ല. പിടിക്ക, വേഗം പിടിക്ക. എടാ, എന്താ നിങ്ങൾ ഈ കാണിച്ചത്? എന്നെ ഉപദ്രവിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ വേണ്ടി നിന്നതാ. ഇവൻ എല്ലാ പ്ലാനും നശിപ്പിക്കുമെന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? ഒന്ന് വേഗം പോ. എടോ, ഇവൻ എന്തോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. കുസൃതി കാണിച്ചാൽ കൊടുക്കേണ്ടത് നല്ല തല്ല. കിറ്റ് ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അടികൈ. ഇനി ഇവർക്ക് രക്ഷയില്ല. ഇന്നത്തോടു കൂടി ഇവരുടെ കളി തീർന്നു. കൊള്ളാം, ഇനി നമുക്ക് അറ്റാക്ക് ചെയ്യാം. ആക്ഷൻ മതി, ഇടിക്ക. അവന്മാരെ വിടരുത്. ഇവന്മാരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇവിടുന്ന് രക്ഷപ്പെടാം. ഇനി അടുത്ത് നിന്റെ ഊഴമാണ്. എന്നെ ഒന്നും ചെയ്യരുത്. വേണ്ട. എന്റെ വിഗ് എടുത്തോ. ഇനി എങ്ങനെയാണ് ഞാൻ പുറത്തിറങ്ങുക? ഓടിക്കോ, വേഗം ഓടിക്കോ, രക്ഷപ്പെട്ടോ. രക്ഷപ്പെട്ടു. സംശയമുണ്ടോ? സംശയിക്കാൻ എന്താ ഉള്ളത്? അവര് രക്ഷപ്പെട്ടത് ഞങ്ങൾ കണ്ടതല്ലേ. നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? കിട്ടിയ കോഴിക്കുഞ്ഞിനെ പരുന്ത് ഭക്ഷിച്ചു. നമ്മളെല്ലാവരും ഈ പൂച്ചയെ രക്ഷിച്ചു. അടികൈ. ഇത് പൂച്ചക്കുട്ടിയല്ല, നമ്മുടെ ഹണിയാണ്. സംശയമുണ്ടോ? എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. നീ എന്തിനാ പെൺപൂച്ചയായിട്ട് മാറിയേ? ഇപ്പൊ പിടികിട്ടി. കള്ളന്മാരെ പിടിക്കാനുള്ള പ്ലാൻ. എന്തായാലും എനിക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ബന്നിയുടെ പ്ലാൻ ആയിരുന്നു. ഒരുപക്ഷെ ഹണിയെ കിഡ്നാപ്പ് ചെയ്താൽ അവന്റെ വിഗിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാൻസ്മിറ്റർ വെച്ച് നമ്മൾ കിഡ്നാപ്പേഴ്സിന്റെ സങ്കേതത്തിലേക്ക് പോകാൻ കഴിയും. എന്നാൽ എല്ലാ പ്ലാനിനെയും നശിപ്പിച്ചു. ഇനി അടുത്ത കോൺസെപ്റ്റിനായിട്ട് ഇനി പുതിയ സാധനങ്ങൾ വാങ്ങണം. അടിപൊളി ഹണി, നീ പറഞ്ഞത് നല്ല ഐഡിയ ആണ്. ഞാൻ ഐഡിയ പറഞ്ഞെന്നോ? എന്നിട്ട് ഞാനത് അറിഞ്ഞില്ലല്ലോ. വാവ്, ഞാനൊരു ബുദ്ധിരാക്ഷസൻ തന്നെയാണ്. കഴുതേ, വിഗിന്റെ കാര്യം പറയായിരുന്നു. ആ കിഡ്നാപ്പർ വിഗ് ധരിച്ചിരുന്നു. അതിപ്പോ താഴെ വീണു. നമ്മൾ വിഗ് ഷോപ്പിൽ പോയാൽ തീർച്ചയായിട്ടും ക്ലൂ കിട്ടും. വേഗം വരൂ. ആ ഡിറ്റക്റ്റീവ് നമ്മളെ സംശയമുണ്ട്. അയാൾ ഒരുപക്ഷെ നമ്മളെ പിന്തുടർന്ന് വിഗ് ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നമായി തീരും. നമുക്ക് വേഷം മാറ്റി പോകാം. പിന്നെ അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അതോടെ പ്ലാൻ നശിക്കുകയില്ല. വരൂ. സംഭവം എന്താണെന്ന് എനിക്ക് പിടികിട്ടി. ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു ക്ലൂവുമായിട്ടേ വരികയുള്ളൂ. നിങ്ങൾ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. വിഗ് നിർമ്മിക്കുന്ന സ്ഥലത്ത് എനിക്ക് ഉടനെത്തണം. കിറ്റിയെ കണ്ടെത്താതെ താൻ ഇതിനെ വിഗ് നിർമ്മിക്കുന്നിടത്തോട്ട് പോകുന്നേ. ഈ വിഗ് എവിടുന്ന് വന്നു? അടിപൊളിയായിട്ടുള്ള മുടി, കൊള്ളാം. അടിപൊളി, മനോഹരായിട്ടുണ്ട്. ഈ വിഗ് വെച്ച് നിങ്ങളെ കണ്ട ആർക്കും സഹിക്കില്ല. എന്താ പറഞ്ഞേ? അല്ല, ഈ വിഗ് വെച്ച് നിങ്ങളെ കണ്ടപ്പോ അതിമനോഹരായിരിക്കുന്നു എന്ന് പറഞ്ഞതാ. ഇതാ, ഇത് വെച്ച് നോക്കൂ. ഈ വിഗ് വളരെ വലുതാണ്. അല്ലല്ല, ചെറുതാണത്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് തരാം. വേഗം ശരിയാക്കണം. എനിക്ക് നമ്മുടെ ധന്യറാമിന്റെ പൂച്ചയുടെ പാർട്ടിക്ക് വേണ്ടി പോകാനുള്ളതാ.
അടിപൊളി വിഗ് തന്നെയാണ്. ഇത് നല്ല രസമുണ്ട്. That's a cool big man. അടിപൊളി ബിഗ് ഷോപ്പാണ് മാൻ. Yeah. എന്തായാലും ഈ വിഗ് വെച്ചേക്കാം. ഇനി എന്നെ ആരും തിരിച്ചറിയില്ല. അല്ല ചേട്ടന്മാരെ, എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് ടീഷർട്ട് വേണം. എടോ വിഗ് വിൽക്കുന്ന ഷോപ്പിൽ വന്നിട്ട് വേറെന്താണ് വാങ്ങുക? Yo, cool big man. ഈ വിഗ് വളരെ നന്നായിട്ടുണ്ട്. മാഡം, ഈ വിഗിന് വേണ്ടി നിങ്ങൾ എത്ര രൂപയാ കൊടുത്തത്? ഹലോ, ചോദിച്ചതിന് ഉത്തരം പറ. നിങ്ങൾ ആരോടും ചോദിക്കുന്നത്? അത് വെറും ഡോളാ. അതെയോ? എന്നാൽ കാണാൻ ഒറിജിനൽ പോലെയുണ്ട്. അത് ഞങ്ങളുടെ കടയുടെ രഹസ്യമാണ്. അങ്ങക്ക് ഏത് വിഗാണ് വേണ്ടത്? ഇതാണ് വേണ്ടത്. വേണ്ട. എന്റെ മാഷെ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എടോ, താൻ കാരണം ഇതിപ്പോ പൊട്ടിപ്പോയനെ. തന്നെ ഞാൻ വെറുതെ വിടില്ല. ആ പൂച്ച എങ്ങോട്ടോ പോയത്? അവിടെ നിക്ക്. സോറി, ഞാൻ അടിച്ചത് പൂച്ചയായിരുന്നു. എടോ, എന്നെ കണ്ടത് എനിക്ക് പൂജയായിട്ട് തോന്നിയോ? എനിക്ക് ദേഷ്യം വന്നാലേ ഇടിച്ച് പപ്പടമാക്കും. ആ പൂച്ച എവിടെ തന്നെ കാണും. ഇന്ന് ഞാൻ അതിനെ വെറുതെ വിടാൻ പോകുന്നില്ല. എവിടെ പോയി ഒളിച്ചതാ ഇത്? ഇത് കാണാൻ ഒരു രസമില്ല. എന്തായാലും ഈ വിഗ് കൊള്ളാം. ഇത് വെച്ചാൽ എന്നെ ആരും കണ്ടുപിടിക്കില്ല. എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു നീ. താൻ എന്തിനാണ് വെറുതെ എന്നെ തല്ലുന്നത്? താൻ എന്തിനാ കള്ളനെ പോലെ പമ്മി പോയത്? അതുകൊണ്ടാ ഞാൻ പൂച്ചയാന്ന് കരുതി തന്നെ തല്ലിയത്. അത് ശരി, ചുമന്ന വിക്കിട്ട് നിൽക്കാണോ? എന്റെ അമ്മോ, എന്തായാലും വിഗ് മാറ്റിയേക്കാം. ഇത് വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഐ എം സോ സ്മാർട്ട്. എന്റെ ബുദ്ധിക്ക് മുന്നിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. സോറി സോറി. എന്തോന്ന് സോറി? എന്നെ കുറിച്ച് തനിക്ക് ശരിക്കും അറിയില്ല, പറഞ്ഞേക്കാം. താൻ എന്തിനാ ഇവിടെ കിടന്നിങ്ങനെ കറങ്ങുന്നത്? അല്പസമയത്തേക്ക് അവിടെ എവിടെങ്കിലും പോയി ഇരിക്കാൻ നോക്ക്. ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല പൂച്ചേ. പറഞ്ഞ ആ പൂച്ച എങ്ങോട്ടാ പോയത്? നിന്നെ ഞാനിന്ന് വെറുതെ വിടില്ല. ബണ്ണി, രക്ഷിക്കേ. എന്താ സംഭവിച്ചത്? എന്തിനാ നിന്നെ തല്ലുന്നത്? ഇവൻ എന്റെ കടയിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. അതിനെന്താ പ്രശ്നം? ഞങ്ങൾ പേയ്മെന്റ് ചെയ്യുമല്ലോ. സംശയമുണ്ടോ? ഇത് ആദ്യമേ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആവശ്യമില്ലാതെ എന്റെ സമയം കളഞ്ഞു. എനിക്ക് ധനിറാമിന്റെ വീട്ടിലെ പൂച്ചയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വിഗ് കൊടുക്കാനുള്ളതാണ്. പക്ഷേ ബർത്ത്ഡേ പാർട്ടിയിൽ വിഗ്സിന്റെ ആവശ്യം എന്താണ്? പ്രച്ഛന്ന വേഷ പാർട്ടിയാണ്. എല്ലാം ഓരോ ഗെറ്റപ്പാ. സിറ്റിയിലുള്ള എല്ലാ പൂച്ചകളും അവിടെ എത്തിയിരിക്കും. പൂച്ചയുടെ ബർത്ത്ഡേ, അടിപൊളി പാർട്ടി. തീർച്ചയായും അവൻ അവിടെ എത്തും. ആരാ? ആ കിഡ്നാപ്പർ. നമുക്ക് അവിടെ പോകാം. എടാ കഴുതേ, നമ്മളെ ബർത്ത്ഡേക്ക് അവരെ വിളിച്ചിട്ടേ ഇല്ലല്ലോ. പിന്നെ നമ്മൾ എങ്ങനെയാ പോവാ? കഴുത അവനല്ല, കഴുത നീയാണ്. പ്രച്ഛന്ന വേഷ പാർട്ടിയാണ്. അവിടെ ആർക്കും ആരെയും തിരിച്ചറിയാൻ കഴിയില്ല. സംശയമുണ്ടോ? എല്ലാവർക്കുമായി വിഗ് എടുത്തോ. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഗെറ്റപ്പിൽ പാർട്ടിക്ക് പോകാം. സെക്യൂരിറ്റീസ്, പ്രശ്നമൊന്നുമില്ലല്ലോ. പാടി തുടങ്ങാലോ? യെസ് സർ. യെസ് സർ. ഓക്കേ, ലെറ്റ്സ് പാർട്ടി.
ദാ നോക്കടാ ആ സേട്ടുവിന്റെ പൂച്ച. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ആ കിഡ്നാപ്പേഴ്സ് ഇവിടെ തന്നെ കാണും. എന്തിനാടാ മുഖത്ത് നോക്കി പേടിപ്പെടുത്തുന്നേ? സോറി, ഡോണ്ട് മൈൻഡ്. Come on, let's ഇത് ഞാൻ ഹണി. ഹണിയാണല്ലോ. ഞാൻ പറഞ്ഞത് സത്യമാണ്, സത്യം മാത്രമേ പറയൂ. അല്ല, താനെന്തായി കാണിച്ചിരിക്കുന്നത്? മൊത്തത്തിൽ മാറിയിരിക്കുകയാണല്ലോ. അതാണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നത്. പക്ഷെ അങ്ങെന്തിനാണ് വേഷം മാറി ഇങ്ങോട്ട് വന്നത്? ഞാൻ ഡിറ്റക്റ്റീവ് ആണ്, വന്നേ മതിയാവുള്ളൂ. ഡിറ്റക്റ്റീവ്. പക്ഷെ അങ്ങയെ കണ്ടാൽ ആരാണെന്ന് മനസ്സിലാവും. എടാ കഴുതേ, നിനക്ക് തിരിച്ചറിയാൻ കഴിയായിരിക്കും, പക്ഷെ കിഡ്നാപ്പേഴ്സിന് തിരിച്ചറിയാൻ കഴിയില്ല. അത് ശരിയാ, ഇത് ഞാൻ ആലോചിച്ചതേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഡിറ്റക്റ്റീവായിട്ട് ഇപ്പോഴും ജോലിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് കേക്ക്. കിഡ്നാപ്പേഴ്സിനെ കണ്ടാൽ ഉടനെ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ അവനെ പിടിക്കാൻ വേണ്ടി തന്നെയാ വന്നത്. ബോസ്, നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇവര് നമ്മളെ പിടികൂടും. എടാ, ഒന്നും സംഭവിക്കില്ല, പേടിക്കാതെ ഇവിടുന്ന് പോകാൻ നോക്ക്. ചുവന്ന കളറുള്ള പൂച്ചയെ പിടിച്ചിട്ടേ നമ്മൾ പോകൂ. സോറി സോറി. സോറി. സോറി സോറി. നിങ്ങളെല്ലാവരും എന്തിനാ പൈറേറ്റ്സിന്റെ വേഷത്തിൽ? കാരണം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് വന്നത്. ഞങ്ങളും ഒന്നിച്ചാണ് വന്നത്. എന്നാൽ എല്ലാവരും പല സ്ഥലത്താണുള്ളത്. ഞങ്ങൾ ഗാങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗ്യാങ്ങോ? വണ്ടി കിഡ്നാപ്പേഴ്സിന്റെ ഗ്യാങ് ഇതാ ഇവിടെയുണ്ട്. അല്ല, എങ്ങനെയാണ് ഇവൻ എന്നെ തിരിച്ചറിഞ്ഞത്? അങ്ങോട്ട് പോവാം. അവർ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ലൈറ്റ്സ് ഓഫ് ചെയ്യാ. എടാ, വേഗം തീ അണയ്ക്കാൻ നോക്ക്. വേഗം വേഗം ആകട്ടെ. വേഗം വേഗം അടിക്ക്. നോക്കി നിൽക്കാതെ തീ കെടുത്താൻ നോക്ക്. എടാ, ഇതാണ് പറ്റിയ സമയം. ആ പൂച്ചയെ പൊക്ക്. അതിന്റെ മുടികൾ എനിക്ക് വേണം. സ്വീറ്റി, എന്റെ സ്വീറ്റി എവിടെയാണെന്നൊന്ന് വേഗം പറയേ. നിങ്ങൾ എന്തിനാണ് സ്വീറ്റിയെ കുറിച്ച് എന്നോട് ചോദിക്കുന്നത്? സ്വീറ്റിയെ വിട്ടേക്കെന്തേ? പൂച്ചയെ കുറിച്ച് അന്വേഷിക്കേ. ഈ വീട്ടിൽ ഒരുപാട് പൂച്ചക്കള്ളന്മാരുണ്ട്. സ്വീറ്റി എന്നത് എന്റെ പൂച്ചയുടെ പേരാണ്. സ്വീറ്റി, സ്വീറ്റി നീ എവിടെയാണ്? സ്വീറ്റി, ഞാൻ ഇവിടെയുണ്ട്. ഇതാണ് കിഡ്നാപ്പേഴ്സിന്റെ ഗ്യാങ്. അതെ, ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്റെ മുടിയുടെ നിറം മാറും. പിടിക്ക്, വിടരുത്. ഓടിക്കോ, പിടി കൊടുക്കരുത്. ഓടിക്കോ, മാറി നിൽക്ക്. മാറി നിൽക്കാൻ. വേഗം വണ്ടി വിട്ടോ. മാറ, അവരെ പിടിക്ക. എടാ കഴുതുകളെ, ബൈക്കിൽ പോകാം. വേഗം വേഗം. അവർ വിടരുത്. പിടിക്ക്, വിടരുത്. ഒന്ന് വേഗം പോടേ. എന്താ ഇത്? എത്ര ശക്തമായിട്ട് ചവിട്ടിയിട്ടും മുന്നോട്ട് പോകാത്തത്? ബണ്ണി, വേഗം പോ. നമ്മൾ റേസിൽ പുറകിലാണ്. കഴുതേ, നമ്മൾ പിന്തുടരുകയാണ്, അല്ലാതെ റേസ് ചെയ്യുകയല്ല. നമ്മൾ പിന്നിൽ തന്നെ ആയിരിക്കണം. സംശയമുണ്ടോ? കമോൺ ബണ്ണി, കമോൺ. വേഗം.
തനിക്ക് എന്താടോ പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? ഇങ്ങനെ പോവാണെങ്കിൽ തീർച്ചയായിട്ടും അവന്മാരെ പിടിക്കാൻ കഴിയില്ല. നീ ഒന്ന് അടങ്ങിയിരുന്നാ മതി, തീർച്ചയായും നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. ഒന്ന് വേഗം പോടേ. വേഗം വാ. ബോസ്, അവർ നമ്മുടെ ഫാം ഹൗസിലെത്തി. വരട്ടെ, ഇവർക്ക് ഞാൻ പണി വെച്ചിട്ടുണ്ട്. ഈ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ, പിന്നെങ്ങനെ അകത്ത് കിടക്കുക? എടാ, ഇപ്പോൾ ഈ വഴി അടഞ്ഞിരിക്കുകയാണ്. അവരതാ രക്ഷപ്പെട്ടു പോകുന്നു. സംശയമുണ്ടോ? നിങ്ങൾ ഇപ്പോഴും ഞങ്ങളെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നോ? അല്ലല്ല, എനിക്കെല്ലാം മനസ്സിലായി. കിഡ്നാപ്പേഴ്സ് അവര് തന്നെയാണ്. ഞാൻ അവരുടെ പുറകെയാണ്. എന്റെ സംശയം മുഴുവൻ മൊത്തത്തിൽ മാറി. ഹൈ, പിടിക്ക് പിടിക്ക്, വിടരുത്. പിടിക്കെന്ന് പറഞ്ഞ എവിടെ പോയി പിടിക്കാനാ? മുന്നോട്ട് പോകാനുള്ള വഴി അടഞ്ഞില്ലേ? നമുക്ക് വഴിയുണ്ടാക്കാം. വാ ഹണി, വേഗം. എന്താ എന്താ എനിക്ക് മുകളിലോട്ട് വരാൻ പറ്റാത്തത്? വന്നു. അതാണ് അവരുടെ സങ്കേതം. വേഗം വാ. എല്ലാ ക്യാറ്റ്സിനെയും കിട്ടി. ബ്ലാക്ക് വിഗിൽ ഈ ഗ്രേ എടുത്ത് ഞാൻ വെക്കും, പിന്നെ ബ്രൗൺ എടുത്ത് വൈറ്റിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്യും. ആദ്യം ഈ ബ്രൗൺ, പിന്നെ ഈ വിഗ്, ഈ യെല്ലോ കളർ. എന്റെ മുടി ഒരു കലക്ക് കലക്കും. കിഡ്നാപ്പ് ചെയ്ത എല്ലാ പൂച്ചകളും ഇവിടെ ഉണ്ട്. എന്നാൽ കിറ്റിയെ മാത്രം കാണാനില്ല. അയ്യോ, ഞാൻ വല്ലാതെ തളർന്നു. അത് ശരി, എല്ലാത്തിനും ഇവിടെ അടച്ചു വെച്ചിരിക്കുകയാണല്ലേ. ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. എന്തായാലും ഇനി എന്റെ പേര് ഒരുപാട് പ്രശസ്തമാകും. നീ എന്താ ഇവിടെ കുതിര കളിച്ചുകൊണ്ടിരിക്കുകയാണോ? നിന്നെ അന്വേഷിച്ച് നടന്ന് ഞങ്ങൾ എല്ലാരും തളർന്നു. സംശയമുണ്ടോ? വേഗം വാ, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞങ്ങൾ വന്നത്. അനങ്ങി പോരുത്. മുടിയുള്ള പൂച്ചകളെ ഒന്നിനെയും ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. കഴിയില്ലെന്നോ? കഴിയുമോ ഇല്ലയോ എന്ന് കാണിച്ചു തരാം. നിന്നെയൊക്കെ ഇടിച്ച് പൊടിച്ച് ചമ്മന്തിയാക്കി ചുട്ട പപ്പടമാക്കി പൊട്ടിച്ചു കളയും ഞാൻ. സംശയമുണ്ടോ? ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ നോക്ക്. ഒരുപാട് സംസാരിച്ചാൽ നിന്നെ ഞാൻ വിഗാക്കി മാറ്റും. എന്നെ തല്ലാൻ നിങ്ങൾ വളർന്നില്ല, പക്ഷെ ഗാർഡ്സ് തല്ലാൻ റെഡിയാ. നിങ്ങളുടെ ഗാർഡ്സ് നിങ്ങൾ എന്തിനാ തല്ലുന്നത്? എടാ, ആരടാ ഇവൻ? എന്റെ ഗാർഡ്സ് എന്നെയല്ല, നിങ്ങളെയാ തല്ലാൻ പോകുന്നത്. അതിപ്പോ മനസ്സിലാക്കി തരാം ആരാരെ തല്ലുമെന്ന്. അറ്റാക്ക്! അവനെ വിടരുത്. എന്റെ പണി തീർത്തോ? എന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയില്ല.
നിക്ക് കളിപ്പിക്കല്ലേ ഇന്ന പിടിച്ചോ. അവിടെ നിക്ക് അവിടെ നിക്ക് നിക്ക് എന്തിനാ സ്ട്രോങ് ആയിട്ട് തല്ലുന്ന വേദനിക്കുന്ന എടോ വേദനിക്കാൻ വേണ്ടി തന്നെയാണ് തല്ലുന്നത്, സംശയമുണ്ടോ? നീ എന്നെ വല്ലാതെ തല്ലുകയാണ്, എനിക്ക് പോണം. എന്താണ് നിനക്ക് പോകണമെന്നുണ്ടോ? ഇല്ല, ഇപ്പൊ പോണ്ട. എന്നാ മര്യാദക്ക് കുതിര കളിക്കേ. എന്റെ വിഗ് നശിപ്പിക്കരുത്. എടാ എടാ എന്താ കളിക്കുന്നേ? എന്റെ വിഗ് ഇങ്ങനെ തന്നേക്കടാ. നിന്റെ വിഗ് ഇടയ്ക്കിടയ്ക്ക് വീണു പോവാ, ഞാൻ സ്ട്രോങ് ആക്കി തരാം. അവന്മാരെ വെറുതെ വിടരുത്, ഇനി എനിക്ക് സ്വൈര്യം കിട്ടും. നിങ്ങൾ എന്തിനാ നോക്കി നിൽക്കുന്നത്? ഇവര് നമ്മെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. വേഗം വാ. നിനക്ക് ഞങ്ങളുടെ മുടി വെട്ടി വീക്കുണ്ടാക്കണം അല്ലേ? എന്നാ പിടിച്ചോ. നിങ്ങളൊക്കെ മാറിക്കോ, ഇവന്മാരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിർത്തൂ, നിർത്തൂ. ഈഷ്, പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നു ശത്രു. സോറി, ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചില്ല. ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യൂ, ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യൂ. അതെ, ഞാനൊരു മാന്യനാണ്. വിഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പൂച്ചകളെയൊക്കെ കടത്തിയത്. എന്നെ വിടൂ, വിടൂ, എടോ വിട്, വിടാൻ. ഈഷ്, നടക്ക്. ജയിലിൽ ഏതായാലും വിക്കിന്റെ ആവശ്യം വരില്ല. എനിക്ക് ഒരു കാര്യം പിടികിട്ടുന്നില്ല. എന്റെ ഫാം ഹൗസിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തി? ഇവിടേക്കുള്ള വഴി എനിക്കല്ലാതെ മറ്റാർക്കും തന്നെ അറിയില്ല. അനുരാമിന്റെ പൂച്ചയുടെ ബെൽറ്റിൽ ഞങ്ങൾ ട്രാൻസ്മിറ്റർ ഘടിപ്പിച്ചിരുന്നു. ആ സിഗ്നലാണ് പോലീസിന് കിട്ടിയത്. ഈഷ്, സബാഷ് ബണ്ണി, നിന്റെ ബുദ്ധി കാരണം മറ്റൊരു ഗ്യാങ്ങിനെ കൂടെ പിടികൂടിയിരിക്കുന്നു. അല്ല, ഇതെങ്ങനെയാ സംഭവിച്ചത്? ഗ്യാങ്ങിനെ പിടികൂടിയത് ഞാനാണ്. പിന്നെ എങ്ങനെയാ ഇവര് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്? ഇന്ന് തീർച്ചയായും എന്റെ അച്ഛനും പിന്നെ മരിച്ചുപോയ എന്റെ മുത്തച്ഛനും ഒരുപാട് സന്തോഷിക്കും. ഈ വിഗ് മറന്നേക്ക്. ഇത് വയലിൽ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ കാക്കയെ ഓടിക്കാൻ വേറെ ഒന്നും വേണ്ടി വരില്ല. ബോസ്, അവസാനം എല്ലാവർക്കും പണി കിട്ടിയല്ലോ ബോസ്. വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കൂ ബോസ്, വേഗം വരൂ. ഞാൻ എങ്ങനെ രക്ഷിക്കാനാടാ? എന്നെ കൊണ്ടുവരികയല്ലേ. അവസാനം വിഗും പോയി, എന്റെ പണിയും തീർന്നു. താങ്ക് യു ഫ്രണ്ട്സ്. കിട്ടി.